മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ കാലവും പിന്നിട്ട് അന്യഗ്രഹങ്ങളിലെ സ്ഥിരതാമസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ സഹജീവികളുടെ മലവും മാലിന്യവും ചുമക്കാൻ മനുഷ്യനെ തന്നെ അഴുക്കുചാലിലേക്ക് തള്ളിവിടുന്ന ക്രൂരതയ്ക്ക് ഈ രാജ്യം നൽകിയ പേരെന്താണെന്നറിയാമോ? മാനുവൽ സ്കാവഞ്ചിങ്, അതായത് തോട്ടിപ്പണി. മുമ്പ് ജാതി വ്യവസ്ഥയിൽ ഉയർന്ന ജാതിക്കാരുടെ മലം കോരാൻ വിധിക്കപ്പെട്ടവർ പുതുയുഗത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അതേ നിന്ദ്യമായ തൊഴിൽ ശുചീകരണ തൊഴിലാളികൾ എന്ന വൃത്തിയുള്ള പേരിൽ ഇന്നും ചെയ്യേണ്ടി വരുന്നു. ആ ജോലിക്കായി തുടർച്ചയായി ജീവിതം ഹോമിക്കേണ്ടി വരുന്നത് ദളിത് സമൂഹത്തിനാണ് എന്നത് ഇന്നലെകളുടെ ജാതി മേൽക്കോയ്മയുടെയും അദൃശ്യമായ അടിമത്തത്തിൻ്റെയും ആഴമേറിയ മുറിപ്പാടുകൾ തന്നെയാണ്. 2006 മാർച്ച് 17 ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ആൾനൂഴി അഥവാ മാൻഹോളിലെ മാലിന്യക്കുഴിയിലിറങ്ങി മാഞ്ചിയും ഗോവിന്ദ് ചന്ദ്രയും സത്യം കുമാറും ശ്വാസം മുട്ടി മരിച്ചപ്പോൾ അത് വെറുമൊരു വാർത്തയായി കണ്ട് നാം അതിനെ മറവിയിലേക്ക് തള്ളിയില്ലേ? സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ മനുഷ്യനെ വിഷവാതകം നിറഞ്ഞ മാലിന്യക്കുഴിയിലേക്ക് ഇറക്കി കൊല്ലുമ്പോൾ അത് അപകടമായി മാത്രം വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഇത് വ്യവസ്ഥിതി നടത്തുന്ന ആസൂത്രിതമായ നരഹത്യയാണ്. ഇത് വിളിച്ചു പറയാൻ നമുക്കാവുന്നില്ല. (2013) ഈ രാജ്യത്തൊരു നിയമം പാസാക്കപ്പെട്ടു. മനുഷ്യനെ കൊണ്ട് ഓടകൾ വൃത്തിയാക്കുന്നത് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച നിയമം. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും യന്ത്രവൽക്കരിക്കണമെന്ന് ആ നിയമം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എന്നാൽ 12-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാലിന്യക്കുഴിയിലേക്ക് ഇറക്കപ്പെട്ട് ജീവൻ നഷ്ടമാകുന്നവരുടെ നിരക്ക് ഭീതിതമാം വണ്ണം ഉയരുകയാണ്. 2026 മാർച്ച് 17 ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ 25-കാരനായ അൻമോൾ മാഞ്ചി, 35-കാരനായ ഗോവിന്ദ് ചന്ദ്രെ, 22-കാരനായ സത്യം കുമാർ എന്നിവർ അഴുക്കുചാലിൽ വിഷവാതകം ശ്വസിച്ചു മരിച്ചതിൻ്റെ തലേ ദിവസമാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 622 ശുചീകരണ തൊഴിലാളികൾ മരിച്ചതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമ്മതിച്ചത്. അതായത് ഈ ആധുനിക ഇന്ത്യയിൽ ശരാശരി 5 ദിവസത്തിൽ ഒരാൾ വീതം ഓടകളിലും സെപ്റ്റിക് ടാങ്കുകളിലും ശ്വാസം മുട്ടി മരിക്കുന്നു എന്ന ഭരണകൂടത്തിന്റെ കുറ്റസമ്മതം. എന്നാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സഫായി കർമചാരി ആന്തോളന്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിൽ 1200-ലധികം തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2025 മാത്രം രാജ്യത്ത് 121 പേർ മാൻഹോളുകളിലും സെപ്റ്റിക് ടാങ്കുകളിലും ശ്വാസം മുട്ടി മരിച്ചു. 2025 ഒക്ടോബറിൽ ഇടുക്കിയിലെ കട്ടപ്പനയിൽ ഒരു സ്വകാര്യ ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ 3 കരാർ തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ചു മരിച്ചത് ഇവയിൽ ഒരു കേസ് മാത്രം. 2025 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഒരു സാമൂഹിക ഓഡിറ്റ് റിപ്പോർട്ടിൽ രാജ്യത്ത് നടക്കുന്ന മാൻഹോൾ മരണങ്ങളിൽ 90%-ലധികം കേസുകളിലും തൊഴിലാളികൾക്ക് യാതൊരുവിധ സുരക്ഷാ ഉപകരണങ്ങളും ലഭിച്ചിരുന്നില്ല എന്ന ദുഃഖസത്യവും പുറത്തു വന്നിരുന്നു. 2013 ഈ രാജ്യത്തൊരു നിയമം പാസാക്കപ്പെട്ടു 12-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മരണസംഖ്യ ഉയരുന്നത്? നിയമത്തെ അട്ടിമറിക്കാൻ അധികാരത്തിലെ ഇടനിലക്കാർ ഉപകരാർ എന്ന ലാവണം സൃഷ്ടിച്ച് ദളിത് ഇരകളെ വേലിക്കെട്ടിലൊളിപ്പിച്ചു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, അധികാരികൾ വലിയ കമ്പനികൾക്ക് കരാർ നൽകും, അവർ ചെറുകിട കരാറുകാർക്ക് മറിച്ചു നൽകും. ഒടുവിലൊരു പാവപ്പെട്ട തൊഴിലാളി വിഷവാതകം ശ്വസിച്ച് മരണത്തിന്റെ ഓളച്ചുരുളിയിലേക്ക് വീഴുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് എല്ലാവരും കൈകഴുകും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണക്കാരനായ ഒരു കരാറുകാരൻ പോലും ഈ നാട്ടിൽ കഠിനമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് നിയമത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഒരു ദശാബ്ദക്കാലത്തിനുള്ളിലെ 622 മരണങ്ങളിൽ 539 കുടുംബങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണമായ നഷ്ടപരിഹാരം ലഭിച്ചത്. 25 കുടുംബങ്ങൾക്ക് ഭാഗികമായ സഹായം ലഭിച്ചപ്പോൾ 52 കുടുംബങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. 6 കേസുകൾ പരിഹാരമില്ലാതെ അവസാനിപ്പിച്ചു.
പാർലമെന്റിന്റെ തണുത്ത മുറികളിൽ ഇരുന്ന് മന്ത്രിമാർ പറയുന്നു ഇത് ജാതി അധിഷ്ഠിത തൊഴിലല്ലെന്ന്. അത് കള്ളമാണെന്ന്. ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒളിച്ചുവെക്കാനാകാത്ത ഒരു ജാതി വശമുണ്ടെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലെ നഗരങ്ങളിൽ സെപ്റ്റിക് ടാങ്കുകളിൽ ഇറങ്ങുന്നവരിൽ 95% മനുഷ്യരും ദളിത് വിഭാഗത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉപജാതികളിൽപ്പെട്ടവരാണ്. കമ്മീഷന് ലഭിച്ച പരാതികളിൽ ഭൂരിഭാഗവും ശമ്പളം നൽകാത്തതിനെക്കുറിച്ചും സുരക്ഷാ ഉപകരണങ്ങൾ നിഷേധിക്കുന്നതിനെക്കുറിച്ചും ഒപ്പം ജാതി വിവേചനത്തെക്കുറിച്ചുമായിരുന്നു. ഏകദേശം 7 ലക്ഷത്തിലധികം പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായി സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കുന്നു. 2020 ഭേദഗതിയും പുതിയ പദ്ധതിയും വന്നെങ്കിലും ഇരകളാകുന്ന ദളിതരുടെ ദുര്യോഗത്തിന് അറുതിയുണ്ടായിട്ടില്ല. ഈ നരകക്കുഴികളിലെ വിഷവാതകം ശ്വസിച്ച് മരണതുല്യമായി ജീവിക്കുന്ന നിരവധി പേരുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ ശരാശരി ആയുസ് വെറും 40 മുതൽ 45 വയസ്സുവരെ മാത്രമാണെന്ന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹൈഡ്രജൻ സൾഫറും മീഥേനും കാർബൺ മോണോക്സൈഡും നിറഞ്ഞ നരകപ്പുക ശ്വസിച്ച് അവരുടെ ശ്വാസകോശങ്ങൾ തകരുന്നു, കാഴ്ച മങ്ങുന്നു, ത്വക്കഴുകുന്നു. ആ അസഹനീയമായ ദുർഗന്ധവും മാനസികാഘാതവും മറികടക്കാൻ 80%-ലധികം തൊഴിലാളികളും കടുത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു. ലഹരി അവരുടെ ആനന്ദമല്ല, മറിച്ച് കുഴിയിലിറങ്ങും മുമ്പേയുള്ള മനസ്സൊരുക്കത്തിന്റെ രക്ഷാകവചമായി മാറുന്നുണ്ട്. തുച്ഛ വരുമാനത്തിനായി ആ പടുകുഴിയിലേക്ക് അവർ വീണ്ടും വീണ്ടും ഇറക്കപ്പെടുമ്പോൾ അവർക്ക് നൽകേണ്ടി വരുന്നത് സ്വന്തം ജീവനാണ്. നഗരങ്ങളുടെ തിളക്കത്തിനിടയിൽ അവരുടെ കണ്ണീർ വിലാപങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നു. ഒരു നഗരത്തിന്റെ വൃത്തിക്ക് വേണ്ടി അവർ വീണ്ടും ആൾനൂഴിയുടെ ആഴങ്ങളിലേക്ക് ഊളയിടുന്നു. ഇരുട്ടിൽ പുകയുന്ന വിഷവാതകങ്ങൾക്കായി അവരുടെ മിടിക്കുന്ന ഹൃദയം പങ്കുവയ്ക്കപ്പെടുന്നു. ജീവനും മരണത്തിനുമിടയിൽ നമ്മുടെ നഗരങ്ങളിലെ ആ മാലിന്യവൃത്തത്തിനകത്ത് അവരുടെ ജീവിതം ഇങ്ങനെ കുരുങ്ങിക്കിടപ്പുണ്ട് ഇന്നും. നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ വേരൂന്നിക്കിടക്കുന്ന ജാതീയമായ അപരവൽക്കരണവും അധികാരികളുടെ അനാസ്ഥയും സമ്മാനിച്ച യാദൃച്ഛിക അപകടങ്ങളുടെ ഇരയാകാൻ വിധിക്കപ്പെട്ട അവർ ദളിതർ.